ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം ഇന്ന് ഏഴാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ നമുക്കാണ് കേട്ടോ. ഞാൻ അതിന് അടുക്കളയിൽ കയറി ദോശയായിട്ടൊന്ന് ഉണ്ടാക്കുന്നത് അപ്പോഴൊക്കെ കാണിച്ചിട്ട് ഇതുണ്ടോ, ചെറിയ ദോശയായിട്ട് ഉണ്ടാക്കുന്നത്. മിയക്കുട്ടി തട്ടോ ദോശ തിന്നിട്ടോ, അവൾക്ക് ഞാൻ ഉണ്ടാക്കാൻ നിന്നാൾ മെല്ലെ വരും. നമുക്ക് എന്തെങ്കിലും കഴിക്കണം. ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടോ, ഇനി ഇതിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കണം. എന്നിട്ട് കാണിച്ചാൽ കേട്ടോ. അപ്പോൾ ഇതാ തക്കാളി, സബോള, തേങ്ങ ഇതൊക്കെ ഇതുകൊണ്ടാട്ടൊന്ന് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിന്ന് എണ്ണക്കറി ഉണ്ടാക്കുന്നത് മുളക് വെച്ചാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് കുറേ പണികളൊക്കെ ഒരുങ്ങിട്ടോ. ഞാൻ കാണിച്ചത് എന്തൊക്കെ ഒരുങ്ങി കാണിച്ചു കേട്ടോ. ഇതാ ചായ കൂടി റെഡി ആവണം. അപ്പോൾ ഫ്രണ്ട്സ് ദോശ റെഡിയായി. ദോശയ്ക്ക് സാമ്പാറുണ്ട്, എന്താ ചമ്മന്തി, കുറച്ച് ചട്നിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ നമ്മളെ ഈ എണ്ണക്കടി മുളക് വെച്ച് അപ്പോൾ ഒക്കെ റെഡി ആയിട്ടോ. ഞങ്ങളൊക്കെ നോമ്പറൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ് നോമ്പൊക്കെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ദാട്ടോ അമ്മ നോമ്പറക്കുണ്ട് ഇവിടെ. ഒന്ന് മാന്തളാണ് പാറ്റിന്, പിന്നെ സാമ്പാറും. അങ്ങനെ വാക്ക തറാവിക്ക് പോകും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ വാവൊക്കെ തറവിക്ക് പോയിട്ടോ. പിന്നെ ഞങ്ങൾ ചാവടിക്കാൻ പോവാണ്. അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ ചാവടിക്കുക കേട്ടോ. സുൽത്താനൊക്കെ കഴിച്ചു. ഫ്രണ്ട്സ് ചാവടിയൊക്കെ കഴിഞ്ഞു, എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ മീനൊന്ന് പൊരിക്കണം. മാന്തൽ വാങ്ങിയിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് പൊരിക്കണം. അതിപ്പോൾ പൊരിക്കില്ല. എന്താ വെച്ചാൽ എല്ലാവരും ഇനി കുട്ടികളൊക്കെ ഇനി നാളെ അത്താഴത്തിന് ഇനി ചോറ് കഴിക്കുള്ളൂ. അപ്പോൾ ആ നേരത്തായിട്ട് പൊരിക്കുള്ളൂ. അപ്പോൾ അതുപോലെ ഇന്ന് ഉമ്മാൻ്റെ മാങ്ങച്ചാറിൻ്റെ അത് ചെറുങ്ങനെ ഞാൻ അതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി വേണമെച്ചാൽ കമൻറ്റ് ഇടണം കേട്ടോ. അടിപൊളിയാണ് ഉമ്മ മാങ്ങച്ചാറ് ഉണ്ടാക്കിയത്. ഞാനധികം മാങ്ങ കൊണ്ടുവരുമ്പോൾ ഉമ്മാനായിട്ടോ അച്ചാർ ഇടിപ്പിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.